അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനൈനജം വാ മാനസം വാ പരാതം വേദമവിഹിതം സർവമേതക്ഷമസ്വ. ശിവശിവകരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ. നമസ്തേ. മാഘമാസത്തിൻ്റെ മഹാപുണ്യം മഹാശിവരാത്രി. ശിവരാത്രി വ്രതത്തെക്കുറിച്ചിട്ട് നമ്മൾ പറയുന്നതും കേൾക്കുന്നതും പോലും പുണ്യമാണ്. 1000 ഏകാദശിക്ക് അര ശിവരാത്രി മതി എന്ന് പറയുന്നതിലൂടെ ശിവരാത്രിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. ഗുരുശാപം, സ്ത്രീശാപം പോലെയുള്ള മഹാപാപങ്ങൾ കൂടി തീർക്കുന്നതാണ് ഈ മഹാശിവരാത്രി വ്രതം. പിതൃക്കളുടെ പൂജകൾ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, ബലികർമ്മങ്ങൾ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച് ആ പിതൃബലി നടത്തിയാൽ അതുവരെയുള്ള സകല ദോഷങ്ങളും തീരും എന്നുള്ളതാണ് ഒരു സത്യം. ശിവനില്ലെങ്കിൽ നമ്മളില്ല എന്നുള്ളതാണ് പരമമായ സത്യം. ഭക്തിയുടെയും ത്യാഗത്തിൻ്റെയും ഓർമ്മ കൂടിയാണ് ഈ മഹാശിവരാത്രി. പാലാഴി മഥന സമയത്ത് അത്യുഗ്രമായൊരു വിഷം ഉണ്ടായി. അത് ലോക നന്മയ്ക്ക് വേണ്ടി ആ പരമേശ്വരൻ സ്വയം പാനം ചെയ്തു. ഇത് കണ്ട ദേവന്മാർക്ക് ഭഗവാനിൽ ഭക്തി ഉണ്ടാവുകയും അവർ ഊണും ഉറക്കവും ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ ഭജിക്കുകയും ചെയ്ത ദിവസമാണ് ശിവരാത്രിയായിട്ട് നമ്മൾ ആചരിക്കുന്നത്. മകരമാസത്തിലെ അമാവാസി തൊട്ട് കുംഭമാസത്തിലെ അമാവാസി വരെ വരണ മാഘമാസത്തിൽ കറുത്ത പക്ഷ ചതുർദശി അർദ്ധരാത്രിക്ക് വരുന്ന ദിവസമാണ് നമ്മൾ ശിവരാത്രിയായിട്ട് ആചരിക്കുന്നത്. അന്നേ ദിവസം നമ്മൾ മഹാദേവനെ ഭജിച്ചാൽ നമ്മളുടെ സകല പാപങ്ങളും തീരും. ഈ ചതുർദശി 2 ദിവസം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം വരുന്നതാണ് നമ്മൾ ശിവരാത്രിയായിട്ട് ആചരിക്കുന്നത്. ഈ വർഷത്തെ ശിവരാത്രി 2026 ഫെബ്രുവരി 15-ാം തീയതി ഞായറാഴ്ചയാണ്. ഇത് ഞായറാഴ്ച വരുന്നതുകൊണ്ട് തന്നെ ജാതകത്തിൽ ആദിത്യന് ബലക്ഷയമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ ശിവരാത്രി വ്രതം വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ്. ഇനി ഈ ശിവരാത്രി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്? ശൈവ ആരാധനാ സമ്പ്രദായ പ്രകാരം ശിവരാത്രി പൂജ ചെയ്യുന്നത് 4 യാമങ്ങളിലായിട്ടാണ്. ഒരു ദിവസം 3 മണിക്കൂറുള്ള 8 യാമങ്ങളാണ് ഉള്ളത്. പകല് 4 യാമങ്ങൾ, രാത്രിയിൽ 4 യാമങ്ങൾ. ഇതിൽ രാത്രിയിലുള്ള 4 യാമങ്ങളിലാണ് നമ്മൾ ശിവനെ പൂജ ചെയ്യേണ്ടത്. അസ്തമയം തൊട്ട് 1-ാം യാമം ആരംഭിക്കും. ഈ ഫെബ്രുവരി 15-ാം തീയതി അസ്തമയം 6:32 തൊട്ടാണ്. അപ്പോൾ 6:32 മുതൽ 9:32 വരെ 1-ാം യാമമാണ്. ഈ യാമത്തിൽ നമ്മൾ ഭഗവാനെ ബ്രഹ്മസ്വരൂപമായി കണ്ടുകൊണ്ടാണ് പൂജ ചെയ്യേണ്ടത്. ഈ പൂജയിൽ പാല് കൊണ്ട് അഭിഷേകം കഴിക്കുകയും പായസാദികൾ നിവേദിക്കുകയും ചെയ്യുക. കൂവളത്തിൽ കൊണ്ടാണ് അർച്ചനകളൊക്കെ നടത്തേണ്ടത്. ഈ യാമത്തിൽ നമ്മൾ ഭഗവാനെ പൂജിക്കുന്നതിലൂടെ നമ്മൾക്ക് ശാന്തി, സമാധാനം, ഐശ്വര്യം എന്നിവ ഉണ്ടാവും. രാത്രി 9:32 തൊട്ട് അർദ്ധരാത്രി 12:32 വരെയാണ് 2-ാമത്തെ യാമം. ഈ യാമത്തിൽ നമ്മൾ ഭഗവാനെ വിഷ്ണു സ്വരൂപമായി കണ്ടിട്ട് തൈര് കൊണ്ടാണ് അഭിഷേകം ചെയ്യേണ്ടത്. അഭിഷേകത്തിന് നമ്മൾ പായസമാണ് നിവേദിക്കേണ്ടത്. കൂവളത്തിൽ തന്നെയാണ് അർച്ചനയ്ക്ക് ഉപയോഗിക്കേണ്ടത്. ഈ പൂജയിലൂടെ
നമ്മളുടെ സർവ്വപാപങ്ങളും തീർന്ന് നമുക്ക് രോഗശമനം ഉണ്ടാവും എന്നതാണ് പൂർവികന്മാർ പറയുന്നത്. അർദ്ധരാത്രി 12:32 തൊട്ട് വെളുപ്പിന് 3:32 വരെയുള്ള മൂന്നാമത്തെ യാമമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഈ യാമത്തിൽ ഭഗവാനെ നമ്മൾ പരമാത്മസ്വരൂപമായിട്ടാണ് കാണേണ്ടത്. നെയ്യാണ് ഭഗവാന് അഭിഷേകത്തിനായി ഉപയോഗിക്കേണ്ടത്. നിവേദ്യം എള്ള് ചേർത്തതോ അല്ലെങ്കിൽ എള്ള് പായസമൊക്കെ ഭഗവാന് നേദിക്കാം. കൂവളത്തിൽ തന്നെയാണ് അർച്ചിക്കേണ്ടത്. ലിംഗോദ്ഭവ കാലം എന്നാണ് നമ്മൾ ഈ യാമത്തിനെ പറയുക. ഈ യാമത്തിലാണ് ജ്യോതിർലിംഗം ആദ്യമായിട്ട് ആവിർഭവിച്ചത്രേ. ഈ യാമത്തിലെ പൂജയിലൂടെ നമ്മൾക്ക് മുക്തി ഉണ്ടാവുകയും അതേപോലെ ഭഗവാനിൽ നല്ല ഭക്തി ഉണ്ടാവുകയും കൂടി ചെയ്യും. ഇനി വെളുപ്പിന് 3:32 തൊട്ട് രാവിലെ 6:32 വരെയുള്ള നാലാമത്തെ യാമത്തിൽ സാക്ഷാൽ പരമേശ്വരനെ ലോകപിതാവായി കണ്ടുകൊണ്ട് നമ്മൾ ആരാധിക്കുകയാണ്. ഇവിടെ ഭഗവാന് നമ്മൾ അഭിഷേകം ചെയ്യേണ്ടത് തേൻ കൊണ്ടാണ്. നിവേദ്യമായിട്ട് കരിമ്പിൻ്റെ നീര് അതുപോലെ പഴവർഗ്ഗങ്ങളൊക്കെയാണ് നേദിക്കുക. ഈ നാലാമത്തെ യാമത്തിലെ പൂജയിലൂടെ പിതൃക്കൾക്ക് മുക്തിയും അതുപോലെ ഭവനത്തിൽ സർവമംഗളങ്ങളും ഉണ്ടാവുകയും ചെയ്യും. ഇനി ഈ ശിവരാത്രി വ്രതം നമ്മൾ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്? ശിവരാത്രി ദിവസം സൂര്യോദയത്തിന് മുമ്പായിട്ട് എഴുന്നേക്കുക. കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് ഭസ്മം ധരിച്ച് രുദ്രാക്ഷമാല ധരിച്ച് മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ പരമേശ്വരന് കൂവളത്തില കൊണ്ട് അർച്ചന ചെയ്യുക, കൂവളമാല ചാർത്തുക, അവിടുത്തെ അഭിഷേകങ്ങളിലൊക്കെ പങ്കെടുക്കുക. എല്ലാവരുടെ പേരിലും ഭഗവാന് പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുക. ധാരാളമായിട്ട് പഞ്ചാക്ഷരം ജപിക്കുക. സർവപാപങ്ങളും തീർക്കണ ഒരേ ഒരു മന്ത്രമാണ് പഞ്ചാക്ഷരം. ഒരു 10,000 ഉരുവെങ്കിലും ജപിക്കാൻ പറ്റുവാണെങ്കിൽ ജപിക്കണം. ഒരു 108 ജപിക്കുന്ന സമയത്ത് ഭഗവാനെ തൊഴുതുകൊണ്ടിരിക്കാം. 1008 സംഖ്യയൊക്കെ ആവുന്ന സമയത്ത് ഭഗവാനെ ഒന്ന് നമസ്കരിക്കാം. അങ്ങനെ പരിപൂർണമായും ശിവക്ഷേത്രത്തിൽ തന്നെ വസിക്കണം എന്നാണ് ശിവരാത്രി വ്രതത്തിൻ്റെ പ്രാധാന്യത്തിൽ പറയുന്നത്. അത് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ വീണ്ടും നമ്മൾ സന്ധ്യാനേരത്ത് ക്ഷേത്രത്തിൽ ചെല്ലുക, അവിടുത്തെ 4 യാമപൂജകളിലും പങ്കെടുക്കുക. രാത്രിയിൽ ഉറക്കമൊഴിയണം. ഉറക്കം വരണുണ്ടെങ്കിൽ ശിവകഥകൾ കേൾക്കുക, ശിവപുരാണം വായിക്കുക. അതിനുശേഷം 4ാമത്തെ യാമം കഴിയുമ്പോൾ കുളിച്ച് പിതൃക്കൾക്ക് ബലിയിടാനുള്ളവരാണെങ്കിൽ പിതൃക്കൾക്ക് ബലിയിടുക. അല്ലാത്തവർ ശിവക്ഷേത്രത്തിൽ നിന്ന് പാരണ സ്വീകരിച്ച് ആ വ്രതം അവസാനിപ്പിക്കാം. പാരണ സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് അവിടെ ദക്ഷിണയൊക്കെ ചെയ്യണം. ബ്രാഹ്മണ ഭോജനം കഴിഞ്ഞാണ് ഈ പാരണ വീട്ടി വ്രതം അവസാനിപ്പിക്കേണ്ടതെന്നാണ് ശിവരാത്രി മഹാത്മ്യത്തിൽ പറയുന്നത്. ഈ ശിവരാത്രി കാലത്ത് ശിവമഹാത്മ്യം പറയുന്നതും കേൾക്കുന്നതും പോലും പുണ്യമാണ്. അതുകൊണ്ട് ഈ ശിവരാത്രിയുടെ വിശേഷം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമഃശിവായ എന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ.